ഹായ് എവരിവൺ, ഇത് നമ്മൾ റിവിറ്റ് സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ് ചെയ്യുന്നത്, കോർ വോൾ. അപ്പോൾ ഈ കോർ വോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കോമ്പൗണ്ട് വാളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ, 2 സൈഡ് പ്ലാസ്റ്ററിങ്, നടുക്ക് ബ്രിക്കുമാണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ള ബ്രിക്കിനെ എങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാമെന്നാണ് കോർ വോളിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ കോമ്പൗണ്ട് വാൾ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോർ വോളിലേക്ക് മാറ്റാൻ നമ്മൾ വരച്ചിട്ടുള്ള കോമ്പൗണ്ട് വാളിനെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം പ്രോപ്പർട്ടീസിൽ എഡിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അതിന് ശേഷം എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഇപ്പം നോക്കൂ, നമ്മളുടെ കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുള്ള 3 സ്ട്രക്ചറുകളാണ് കിടക്കുന്നത്. ഇനി ഇതിൽ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുക്കുമ്പോൾ ഈ പ്രിവ്യൂവിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ സെക്ഷൻ വ്യൂ ആണ്, അതായത് ടോപ്പ് വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് സെക്ഷനിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെക്ഷൻ ആയിട്ട് കാണിച്ചു തരും. കണ്ടില്ലേ, 2 സൈഡ് പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ 2 സൈഡ് പെയിൻറ്റ്, നടുക്ക് ബ്രിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിവിടെ മോഡിഫൈ വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ആദ്യം സ്പ്ലിറ്റ് റീജിയൻ, അതായത് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ എത്ര ഡയമെൻഷൻ അനുസരിച്ച് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ആരോ മാർക്ക് അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഈ ബ്രിക്കിനെ പുറമേലേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ, അതായത് മോഡിഫൈ വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മെർജ് റീജിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മെർജ് റീജിയൻസ് എടുക്കാം. ജസ്റ്റ് നമ്മുടെ മൗസിൻ്റെ കേഴ്സർ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ഏരോ മാർക്കും കൂടെ വന്നിട്ടുണ്ടാവും. അത് ഇൻസൈഡ് ആയിട്ടും കാണിക്കുന്നുണ്ട്, ഔട്ട്സൈഡ് ആയിട്ടും കാണിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് പുറമേലേക്കുള്ള പ്രൊജക്ഷനാണ്. സോ ആ ഏരോ മാർക്കിൻ്റെ പ്രൊജക്ഷൻ പുറമേലേക്ക് വരുന്ന രീതിയിൽ അതിനെ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കുക, അപ്ലൈ, ഓക്കെ. നോക്കൂ, കണ്ടോ, ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ബ്രിക്കിൻ്റെ പ്രൊജക്ഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് പ്ലാസ്റ്ററിങ് ഓർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പെയിൻറ്റും അതുപോലെ തന്നെ ഇന്നറിൽ കൊടുത്തിട്ടുള്ള ബ്രിക്ക് പ്രൊജക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ കോർ വോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. നമ്മളുടെ കൂടുതൽ വീഡിയോസിന് വേണ്ടി യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാ ഐഡിയും ഫോളോ ചെയ്യും.